ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു യമ്മി പാസ്ത റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താ തുടങ്ങല്ലേ? ആദ്യമായി ഒരു സോസ് പോട്ട് വെച്ചിട്ട് അതിലേക്ക് 3 കപ്പ് വെള്ളവും 1 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 2 കപ്പ് പാസ്ത ചേർക്കാം. ഇത് നമുക്കൊരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. ഇതിന് ശേഷം അത് ഡ്രെയിൻ ചെയ്ത് മാറ്റിവെക്കാം. അടുത്തത് ഒരു പാൻ വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും 30 ഗ്രാം ബട്ടറും ആഡ് ചെയ്യുക. ഒലീവ് ഓയിലിന് പകരം സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം കേട്ടോ. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 5 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 മീഡിയം സൈസ് സവാള കൂടി ചേർത്ത് കൊടുക്കണം. ഇത് നന്നായി വഴറ്റിയ ശേഷം അതിലേക്ക് ക്യൂബ്സ് ആക്കി വെച്ചിരിക്കുന്ന ബോൺലെസ് ചിക്കൻ കൂടി ആഡ് ചെയ്യുക. ചിക്കനിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് മൂടി വെച്ച് ഒരു 8 മിനിറ്റ് വേവിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ഫ്രഷ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് 1.5 കപ്പ് കുക്കിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഒറിഗാനോയും ചേർത്ത് മിക്സ് ചെയ്ത് നല്ലപോലെ കുറുകി വരുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഇതിലേക്ക് ചേർത്തിളക്കി
ക്രീമി ടെക്സ്ചർ ആകുമ്പോൾ ഫ്ലെയിം ഓഫാക്കി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയാൽ നമ്മുടെ യമ്മി ആൻഡ് ടേസ്റ്റി പാസ്ത റെഡി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.